വേറൊരു കുട്ടിക്ക് വേറൊരു സംഭവമുണ്ട്. ഇവന് പഠിക്കാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി സയൻസ് ഇച്ചിരി ടഫായിരുന്നു എനിക്ക്. ഇച്ചിരി ഗെയിം കളിയൊക്കെ കൂടി പഠിക്കാൻ താല്പര്യമില്ലാത്ത വിഷയം അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു വിഷയം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അത് മാത്രം പഠിക്കൂല, ബാക്കിയൊക്കെ പഠിക്കും. എന്നിട്ട് അതിന് വീണ്ടും മാർക്ക് കുറയുന്ന രീതിയുണ്ട്. സത്യത്തിൽ നേരെ ഉൾട്ടാണ് ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. പക്ഷേ കുട്ടികൾക്ക് അറിഞ്ഞൂടാത്, കുട്ടികളത് മാറ്റി വെക്കും. അങ്ങനെ ഇവൻ പരീക്ഷയ്ക്ക് തോറ്റ് ആ സബ്ജക്റ്റ്. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവൻ ശരിക്കും നല്ല ചീത്തയും അടിയും തല്ലൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മയും വാപ്പയും മാർക്ക് ഷീറ്റൊക്കെ മേടിച്ച് നോക്കി, പേപ്പറുകളൊക്കെ നോക്കി. മാഷാല്ലാ അത്യാവശ്യം നന്നായിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ വെരി ഗുഡ്, മറ്റെല്ലാ സബ്ജക്റ്റും കിട്ടിയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനോട് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഉറക്കം വരുന്നില്ല ഈ പയ്യന്. എൻ്റെ ഉമ്മ എന്നൊന്ന് ചീത്ത പറയാറുന്നത്, എൻ്റെ വാപ്പ എന്നൊന്ന് വഴക്ക് പറയാറുന്നത്, തല്ലാറുന്നത് എന്നൊക്കെയാണ് ഇവൻ ചിന്തിക്കണത്. കാരണം ഇതിനു മുമ്പ് അവൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ തന്നെ ഉമ്മ കിച്ചണിൽ നിൽക്കുകയാണ്. ഉമ്മ അടുത്ത് കൂട്ടി ചോദിച്ചു, ഉമ്മ ഇന്നലെ എന്തേ എന്നെ ഒന്ന് വഴക്ക് പറയാറുന്ന വാപ്പയും ഉമ്മയും എന്നെ തല്ലാറുന്ന എന്തേ, എനിക്കത് ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു വിഷമം പോലെ തോന്നി, എന്ത് പറ്റി, നിങ്ങൾക്ക് വിഷമായോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വിഷമായോ എന്ന് ചോദിച്ചു. ഞാൻ തോറ്റയിൽ ഇല്ലാടാ വിഷമമൊന്നുമില്ല, മോനിക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ, പിന്നെ മോനെ വെറുതെ വഴക്ക് പറഞ്ഞിട്ട് മോനിക്ക് വിഷമാവൂന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഉമ്മ പറയാണ്ടിരുന്നപ്പോൾ പാപ്പ ഒന്നും പറയാണ്ടിരുന്നപ്പോൾ അവർക്ക് വിഷമായോ എന്ന് മോനിക്കൊരു തോന്നൽ വരികയും, പിന്നെ ഇവനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനക്കൊരു വിഷമാവണ്ട, അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാറുന്നതെന്ന് അവരും പറയുകയും ചെയ്തപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ട് ഉമ്മ കൈ പിടിച്ചിട്ട് ചോദിച്ചാൽ, എൻ്റെ മോനിക്ക് എന്താ പ്രശ്നം, പഠിക്കാൻ താല്പര്യമുണ്ടോ, അത് പഠിക്കാൻ പറ്റാത്ത, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഉമ്മ, പക്ഷേ എനിക്ക് ഒരു ട്യൂഷൻ സപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കണം, ഐ വോണ്ട് ടു ഷോ മൈ സെൽഫ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ പേടിക്കണ്ട, ഉമ്മ ഒരു പണി ട്യൂഷനാക്കി തരാമെന്ന് പറഞ്ഞ് ട്യൂഷനാക്കി. പിറ്റേ തവണ അവനക്ക് പാസ്സായി. അതിനുശേഷമുള്ള വർഷം അവൻ 90+ മാർക്ക് ആ സബ്ജക്റ്റിൽ നേടി എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞൊരു പോയിൻ്റ്, ആ സമയത്ത് ആ പാരൻറ്റിൻ്റെ ഒരു ഇടപെടൽ അവർ തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടി എന്ന് മാത്രമല്ല, ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റിൽ അവൻ മാസ്റ്ററായി എന്നുള്ളതാണ്.